ഇന്ന് പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവർത്തനത്തിൽ എഴുതിയ അപ്പോസ്തല പ്രവർത്തനം 16 അധ്യായം 31 വാക്യം. ആ വചനം ഇപ്രകാരമാണ്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവായ യേശുവിൽ വിശ്വസിച്ച്, അടിയുറച്ച് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളോട് എന്താണ് പറയുന്നത് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ദൈവം എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഈ പുതിയ സ്നേഹം കർത്താവ് നമുക്ക് തരുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി നമ്മൾ ദൈവമക്കളായിട്ട് മുന്നേറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവിൻ്റെ നിസ്സീമമായ സ്നേഹത്താൽ നിങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം കൊണ്ട് നിങ്ങളെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, ഈ മക്കൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഇവരിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ട വചനമായി മാറട്ടെ. ഓരോ ഭവനത്തിലും യേശു കടന്നു ചെന്നു യേശു പറയട്ടെ, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. നമ്മളെ ഓരോ വ്യക്തികളോടും യേശു പറയട്ടെ, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അങ്ങനെ രക്ഷകനായ യേശുവിൻ്റെ മഹത്വമേറിയ നാമം നമ്മളിലൂടെ പൂർത്തീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുനാമ മഹത്വത്തിന് യോജിച്ച വിധം ജീവിക്കുവാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ വചനത്താൽ അഭിഷേകം ചെയ്യണമേ. ഈ വചനത്തിൻ്റെ ശക്തി ഓരോ ഭവനത്തിലേക്കും ഇറങ്ങിച്ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെയും വേദന അനുഭവിക്കുന്നവരെയും കടബാധ്യതയുള്ളവരെയും ദുഃഖിതരെയും എല്ലാവരെയും യേശുപ്പച്ചൻ്റെ കരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണം, വിശദീകരിക്കണമേ. ലോകം മുഴുവനുള്ള എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ പൊന്നോമന കരങ്ങളിൽ അണച്ച് ചേർത്ത് വെച്ച് കൊണ്ടു നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എല്ലാ ദൈവജനത്തിൻ്റെ മേൽ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.